നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിലേക്ക് സെയിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ് ഓരോ സെഗ്മെന്റിലുള്ള ബെസ്റ്റ് ഫോണുകൾ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15,000 രൂപയുടെ താഴെ കിട്ടുന്ന ബെസ്റ്റ് ഫോണുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ മെയിനായിട്ട് 5 ഫോണുകളുടെ ലിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 5 ഫോൺ അല്ല, അതിൽ കൂടുതൽ ഫോണുകളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾ 15,000 രൂപയുടെ താഴെ നിങ്ങളൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് രീതിയിലുള്ള ഫോൺ എടുക്കണം, അതേപോലെ തന്നെ ഏത് ബ്രാൻഡിന്റെ ഫോൺ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പം വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലുള്ള 5ാമത്തെ ഫോൺ റെഡ്മി 13 5G എന്ന് പറയുന്ന ഫോണാണ്. ഈ ഒരു ഫോൺ സെയിൽ ആകുന്നത് 13,000 രൂപയ്ക്കാണ്. ഈ സെയിൽ ടൈമിൽ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും നല്ല ഡിസ്കൗണ്ടിൽ ഈ ഒരു ഫോൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്ക് സൈഡ് ഗ്ലാസ് ബിൽഡ് ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. അതേപോലെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. IPS പാനലാണ് നൽകിയിരിക്കുന്നത്. പ്രോസസർ സ്നാപ്ഡ്രാഗൺ 4th Gen 2A എന്ന് പറയുന്ന ഒരു പ്രോസസറാണ്. ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്ന പ്രോസസർ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു പ്രോസസർ നൽകും. ക്യാമറ ക്വാളിറ്റിയും ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റി ഉണ്ട്. 108 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5030 വാട്ട്സിന്റെ ബാറ്ററി കപ്പാസിറ്റിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം HyperOS ആണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫോണുകളും ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 കിട്ടുന്ന ഫോണുകളാണ്. നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ പൊസിഷനിലുള്ള ഫോണാണ് iQ C9X എന്ന് പറയുന്ന ഫോൺ. ഇതൊരു 5G ഫോണാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന എല്ലാ ഫോണുകളും 5 ഫോണുകളും 5G ഫോണുകളാണ്. iQ C9X അല്ലെങ്കിൽ വിവോയുടെ T3X എന്ന് പറയുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാം. അതായത് ഈ 2 ഫോണുകളും ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഡിസൈനിന്റെ കാര്യത്തിൽ മാത്രം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഏകദേശം ഒരേപോലാണ്. അപ്പോൾ ഈ ഫോണുകളുടെ ഫീച്ചേഴ്സ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവ് ഏത് ഫോണാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 13K ആണ്. സെയിൽ ടൈമിൽ ഇത് എത്ര രൂപയ്ക്ക് കിട്ടും, എത്ര ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോണുകളിൽ ഏതെങ്കിലും പരിഹരിക്കാവുന്നതാണ്. 15,000 രൂപയുടെ താഴെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് ഇതിലെ പ്രോസസർ. നല്ല ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസറാണിത്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഗെയിമിംഗും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫോണിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഡേ ടു ഡേ ലൈഫ് പെർഫോമൻസിലും ഒരു രീതിയിലുള്ള പ്രശ്നവും ഈ ഒരു പ്രോസസറിൽ ഉണ്ടാകത്തില്ല. IPS പാനൽ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റും ഇതിൽ നൽകിയിട്ടുണ്ട്. 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് ഇതിലും വരുന്നത്. പിന്നെ ക്യാമറ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തതാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള 3ാമത്തെ ഫോണ് ലാവയുടെ ഫോണാണ്. ലാവ ബ്ലേസ് X 5G എന്ന് പറയുന്ന ഫോൺ. അണ്ടർ 15,000 എനിക്ക് തോന്നുന്നു ആദ്യത്തെ കർവ് ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുള്ള ഫോണാണ് ലാവ ബ്ലേസ് X എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കർവ് ഡിസ്പ്ലേ ഫോൺ വേണം, പക്ഷേ ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു മോഡലാണിത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റിനോടൊപ്പം സൂപ്പർ അംബ്ലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഫോണുകളിലൊക്കെ തന്നെ IPS ഡിസ്പ്ലേ ആയിരുന്നു. ഇവിടെ സൂപ്പർ അംബ്ലോഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഇവിടെ ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ വരുമ്പോഴും ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് കിട്ടും. മീഡിയാടെക്കിന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. പക്ഷേ ലാവ ഫോണുകൾ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ലുക്കും ഡിസൈനും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ പുറകിലാണ്, ക്യാമറയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതിന്റെ ക്യാമറയും ഈ പറയുന്ന പോലെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയാം. ഭയങ്കര ഒരു ക്യാമറ പെർഫോമൻസ് നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ നോക്കി ഈ ഫോണിലേക്ക് പോകരുത്. ക്യാമറ പെർഫോമൻസ് മാത്രം നോക്കിയാണ് നിങ്ങൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു ഫോൺ വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോൺ ആയിരിക്കത്തില്ല ഇത്. പക്ഷേ നിങ്ങൾ ഒരു ഓവറോൾ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഫോണാണിത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ഇതിലും Android 14 ആണ് കിട്ടുന്നത്. ലാവ ഫോണുകളിൽ പിന്നെ സ്റ്റോക്ക് UAE ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ അടുത്ത ഫോണാണ് Nothing CMF ഫോൺ. ഇതും നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട്. നമ്മുടെ സെയിൽ ടൈമിൽ കുറച്ചുകൂടെ നല്ല ഡിസ്കൗണ്ടിൽ ഈ ഫോൺ കിട്ടും. ഇപ്പൊ ഇതിന്റെ പ്രൈസ് 15,999 രൂപയാണ്. സെയിൽ ടൈമിൽ എന്തായാലും കാർഡ് ഓഫർ ഒക്കെ ഇട്ടതിന് ശേഷം 15,000 രൂപയുടെ താഴെ ഏറ്റവും നല്ലൊരു ഡിസ്കൗണ്ടിൽ ഈ ഒരു ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സൂപ്പർ അംബ്ലോയിഡ് പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. MediaTek Dimensity 7300 ആണ് ഇതിന്റെ പ്രോസസർ. നല്ലൊരു പെർഫോമൻസ് തരുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന പ്രോസസറാണ്. ഈ ഒരു പ്രോസസർ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഒരു 19K 20K ആ ഒരു സെഗ്മെന്റിലൊക്കെ ഈ പ്രോസസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസറാണ് നമുക്ക് 15,000 രൂപയുടെ താഴേക്ക് ഇവിടെ നത്തിങ് CMF ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗെയിമിങ്ങും അല്ലെങ്കിൽ ഓവറോൾ ഡേ ടു ഡേ ലൈഫിൽ നല്ലൊരു പെർഫോമൻസ് ഒക്കെ നോക്കിയാണ് ഒരു ഫോൺ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതും 15,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഓപ്ഷനാണ് CMF ഫോൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. സാധാരണ ഉള്ള ഫോണുകളിലുള്ള ഒരു ഡിസൈൻ അല്ല ഈ ഫോണിന്. അപ്പം അത് എനിക്ക് പേഴ്സണലി ഇതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫോണിന്റെ ബാക്ക് പാനൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. അതേപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള ഒരു UI ആണ് ഇതിൽ ലഭിക്കുക.
ശ്രദ്ധിക്കുക. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. 5000 mAh ബാറ്ററിയും 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു ഫോൺ നമ്മുടെ സെക്കൻഡ് പൊസിഷനിലാണ് വന്നതെന്നുണ്ടെങ്കിലും ഈ ഫോണും വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്, നല്ല UI, വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങൾ 15,000 രൂപയുടെ താഴെ കിട്ടുന്നത് ഒട്ടും മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഇത് സെക്കൻഡ് പൊസിഷനിലാണെങ്കിലും ഇതും ഫസ്റ്റ് പൊസിഷനിലാണെന്ന് നിങ്ങൾ അങ്ങ് കരുതിക്കൊള്ളുക. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോൺ ഏതാണെന്ന് നോക്കാം. റിയൽമി P1 എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്, പിന്നെ റിയൽമി നാർസോ 70 5G എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. ഇത് രണ്ടും ഏകദേശം സെയിം ഫീച്ചേഴ്സ് ഒക്കെയുള്ള ഫോണാണ്. ഡിസൈനിന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. 16,000 രൂപയ്ക്കാണ് ഈ ഫോൺ സെയിൽ ആകുന്നത്. നമുക്ക് ഓഫർ ടൈമിൽ, അതായത് സെയിൽ ടൈമിൽ 15,000 രൂപയുടെ താഴെ ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ ഈ ഫോണുകളിൽ ഏതെങ്കിലും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7050 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ്. സാമാന്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. ഗെയിം കളിക്കണമെങ്കിൽ അതും പറ്റും. ഡേ ടു ഡേ പെർഫോമൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ ഒരു പ്രോസസർ. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. സൂപ്പർ അംബ്ലോയിഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ സെഗ്മെന്റിൽ മറ്റൊരു ഫോണോട് വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. റിയൽമി നാർസോ 70 Pro എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. ഇത് 1000-2000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് നാർസോ 70യുമായിട്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ക്യാമറയാണ് ഈ നാർസോ 70 Proയിൽ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ക്യാമറ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി നല്ല പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നാർസോ 70 Proയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ നാർസോ 70 Proയും എനിക്ക് തോന്നുന്നു ഒരു 15 രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഒരു സെയിൽ ടൈമിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ ഫോണുകളുടെയും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എത്ര കിട്ടുമെന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയും ഫോണുകൾ ഈ ഒരു സെഗ്മെന്റിൽ ബെസ്റ്റ് ഫോണുകൾ എന്ന് പറയാം. എല്ലാം ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇതിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഫോണുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാമറ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഫോൺ പരിചയപ്പെടുത്തി. ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ ഫാസ്റ്റ് ചാർജിങ്, ഇതെല്ലാം ഈ സെഗ്മെന്റിൽ തന്നെ നമുക്ക് പല രീതിയിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോണുകളും ഈ സെഗ്മെന്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇനിയും ഫോണുകളുണ്ട്. എനിക്ക് നല്ലതെന്ന് തോന്നിയ ഫോണുകളാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. നല്ല ഈ സെഗ്മെന്റിൽ ഇതിനേക്കാളും നല്ല ഫോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഡീൽസ് ബൈ ഷിജോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഈ ഒരു സെയിൽ ടൈമിൽ ഏറ്റവും ആദ്യം തന്നെ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിലൂടെ കിട്ടുന്നതാണ്. അപ്പം മറക്കാതെ തന്നെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തേക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3 വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു സെയിലുമായിട്ട് ബന്ധപ്പെട്ട്. ഏതൊക്കെ ഫോണുകൾ വാങ്ങരുത് എന്നുള്ള കാര്യമായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോയുടെ ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.